നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. സകല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം ബ്രഹ്മസ്വരൂപമാണ്. ഒരേ പരമാത്മാവിന്റെ മായാമയമായിരിക്കുന്ന വിവിധങ്ങളായ ആവിഷ്കൃതികൾ. അങ്ങനെ ഈ പ്രപഞ്ചം ദൈവീ ബുദ്ധികൾക്ക് സത്യമാണ്, സത്യസ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലൗകികമായിട്ടുള്ള ഏത് കാര്യങ്ങളിലും സത്യത്തെ അധിഷ്ഠിതമായിട്ടുള്ള, ബ്രഹ്മതത്വത്തെ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാകൂ. മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം ആ പ്രകാരത്തിലായിരിക്കും. സത്യസ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് ധർമ്മം. അതുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം സത്യസ്വരൂപമായിരിക്കും, ബ്രഹ്മസ്വരൂപമായിരിക്കും. ഏതൊരു മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയായാലും മൃഗത്തെയും പക്ഷിയെയും കുറിച്ചുള്ള ചിന്തയായാലും അത് സത്യസ്വരൂപമായിരിക്കും. അതുതന്നെയായിരിക്കും പറയുന്നത്, അതുതന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ പ്രകാരത്തിലുള്ള ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും സത്യസ്വരൂപം ആസുരീ ബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർക്ക് ആകെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ: തൻ്റെ ലാഭം, തൻ്റെ നേട്ടം, തൻ്റെ സുഖം, തൻ്റെ പേര്, തൻ്റെ പ്രശസ്തി, തൻ്റെ പണം. അത് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ആരെയും ഏത് പ്രകാരത്തിലും അവർ നശിപ്പിക്കും. അതിനു വേണ്ടിയിട്ടുള്ളതായ കപടതന്ത്രങ്ങൾ ചെയ്യും. നേരിട്ട് നശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ചതിവിലൂടെ അവർ വീഴ്ത്തും. അതിനായിട്ട് പരിശ്രമിക്കും. അതാണ് അസുരീ സമ്പന്നന്മാർക്ക് സത്യം എന്നുള്ളത് ഇല്ല. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അനേകം മഹാഭാരതത്തിനകത്തുണ്ട്. അതിലെ ഒരു ദൃഷ്ടാന്തം ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അസുരീ ബുദ്ധികൾക്ക് സത്യസ്വരൂപം, സത്യസങ്കല്പം ഇല്ല എന്നുള്ളതിൻ്റെ വളരെയേറെ പ്രസിദ്ധമായ മഹാഭാരത ദൃഷ്ടാന്തമാണ്. മഹാഭാരതത്തിലെ ആദിപർവത്തിൽ നിന്ന്. ആദിപർവത്തിനകത്ത് അനേകം ഉപപർവങ്ങളുണ്ട്. 18 പർവങ്ങളിലും ഉപപർവങ്ങളുണ്ട്. ആദിപർവത്തിലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഉപപർവം എന്നുള്ളത് ജതുഗ്രഹ പർവമാണ്. ജതുഗ്രഹം അരക്കില്ലം. ആ അരക്കില്ലത്തിലെ സംഭവങ്ങൾ, അതിനെ അവതരിപ്പിക്കുന്നതായ പർവം, അതാണ് ജതുഗ്രഹ പർവം. അരക്കില്ലത്തിൽ നിന്നിട്ട് പാണ്ഡവന്മാർ രക്ഷപ്പെട്ടു പോകുന്നതും ഭീഡംഭവനത്തിൽ പ്രവേശിക്കുന്നതും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടു. അതെപ്പോൾ ദൈവീ ബുദ്ധിയെ പരിഗണിക്കുന്ന അവസരത്തിൽ ഭീമസേനോട് കുന്തി പറയുന്നതും പിന്നെ ഹിഡിംബി പരിണയവും ഒക്കെ നമ്മൾ അവിടെ കാണുകയുണ്ടായി. ഇത് അതിനു മുമ്പ് പാണ്ഡവന്മാർ ജതുഗ്രഹത്തിലേക്ക്, അരക്കില്ലത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ, അരക്കില്ലത്തിലേക്ക് പാണ്ഡവന്മാരെ പറഞ്ഞയച്ച കർമ്മത്തിൻ്റെ പിന്നിലുള്ളതായ ഹീനമായ വിധ്വംസന ബുദ്ധി, അതാണ് സത്യബോധമില്ലാത്തതായ ആസുരീ സമ്പന്നന്മാരുടെ ചിന്തയും പ്രവൃത്തിയും. അതാണ് നാം ഇവിടെ കാണുന്നത്. ഈ അവസരത്തിൽ നമുക്ക് മഹാഭാരതത്തിലെ ആദിപർവത്തിലെ 140 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ വൈശമ്പായനൻ ജനമേജയനെ ആ സംഭവങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നു. വൈശമ്പായന ഉവാച. വൈശമ്പായൻ പറഞ്ഞു. വൈശമ്പായൻ ആ കഥകൾ സർവസത്ത വേളയിൽ ജനമേജയനെ കേൾപ്പിക്കുകയാണ്. ജനമേജയൻ തൻ്റെ കാരണവന്മാരുടെ കഥകൾ കേൾക്കാൻ ആഗ്രഹിച്ചു. വ്യാസഭഗവാനോട് പ്രാർത്ഥിച്ചു. വ്യാസഭഗവാൻ
തൻ്റെ ശിഷ്യനായിരിക്കുന്ന വൈശമ്പായനോട് താൻ പഠിപ്പിച്ച ആ കഥകൾ പാടിക്കേൾപ്പിക്കാൻ പറയുന്നു. വൈശമ്പായനൻ പാടിക്കേൾപ്പിക്കുന്നു. അങ്ങനെയാണ് നാം അത് കേൾക്കുന്നത്. അവിടെ വൈശമ്പായനൻ പറഞ്ഞു, പ്രാണാധികം ഭീമസേനം കൃതവിദ്യം ധനഞ്ജയം ദുര്യോധനോ ലക്ഷയിത്വാ പര്യതപ്യത ദുർമനാഹ. തനക്കാളേറെ ബലശാലിയായിരിക്കുന്ന ഭീമസേനെ കണ്ടിട്ട് ദുര്യോധനന് വളരെയേറെ ഭയവും ദുഃഖവും ഒക്കെ ഉണ്ടായി. എന്താ, താൻ ആഗ്രഹിക്കുന്നത് ഹസ്തിനാപുരത്തിൻ്റെ കിരീടമാണ്. ആ കിരീടത്തിൻ്റെ യഥാർത്ഥ അവകാശി താനല്ല. ഈ വംശത്തിലെ ഏറ്റവും മുതിർന്നയാളാണ് അതിൻ്റെ അവകാശി. അത് യുധിഷ്ഠിരനാണ്. അപ്പോൾ തനിക്ക് കിരീടം ലഭിക്കില്ല. അത് വലിയൊരു വേദനയായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. പിന്നെ ആ കിരീടം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? യുധിഷ്ഠിരനെ തകർക്കണം. ഏത് പ്രകാരത്തിൽ? ഏതെങ്കിലും പ്രകാരത്തിൽ. അത് പ്രവർത്തിപ്പിക്കാനായിട്ട് യുധിഷ്ഠിരനെ ഹിംസിക്കാനുള്ള മാർഗം പ്രവർത്തിപ്പിക്കാനായിട്ട് പദ്ധതികൾ ഇതിനു മുമ്പും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് അടുക്കുന്നില്ല ലക്ഷ്യത്തിലേക്ക്. എന്താ, യുധിഷ്ഠിരന് രക്ഷാകവചമായിട്ട് രണ്ട് ഭയങ്കരന്മാർ നിൽക്കുന്നു, ഭീമനും അതേപോലെ തന്നെ അർജുനൻ. രണ്ടുപേരും തോൽപ്പിക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് സാധ്യമല്ല. ബലത്തിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തിൽ ആരെക്കാളും, ഏതൊരു മനുഷ്യനേക്കാളും സമുന്നതനായിരിക്കുന്ന, കരുത്തനായിരിക്കുന്ന ഭീമസേനെ കണ്ടിട്ടും കൃതവിദ്യം ധനഞ്ജയം, നല്ലവണ്ണം ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ചിട്ട് അസ്ത്രവിദ്യ അഭ്യസിച്ച് അത് ഉറപ്പിച്ചിരിക്കുന്നവനായ ധനഞ്ജയനെ കണ്ടിട്ടും ഇപ്പം രണ്ട് പ്രകാരത്തിലും രണ്ടുപേരും ആരാലും പരാജയപ്പെടുത്താൻ കഴിയാത്തവരാണ്. അവരെ പരാജയപ്പെടുത്താതെ കണ്ട് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ പറ്റൂല, യുധിഷ്ഠിരനെ കൊല്ലാനും പറ്റൂല. കാരണം അവർ രണ്ടുപേരും യുധിഷ്ഠിരൻ്റെ രക്ഷാകവചങ്ങളായി നിൽക്കുന്നു. പിന്നെയുണ്ട് രണ്ടുപേര്, നകുലനും സഹദേവനും. അവരും മഹാവീരന്മാരാണ്. പക്ഷേ ഭീമനെയും അർജുനനെയും തകർക്കാതെ ഒരിക്കലും യുധിഷ്ഠിരനെ തൊടാൻ പറ്റൂലെന്ന് മാത്രമല്ല, യുധിഷ്ഠിരൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭീമാർജുനന്മാരോടൊപ്പം നകുല സഹദേവന്മാരും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ബലം ഭീമനും അർജുനനുമാണ്. എന്തു ചെയ്യും? ദുര്യോധനാകെ ദുഃഖിതനായി, അയാളുടെ മനസ്സിൽ ദുഷ്ടമായിട്ടുള്ള ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ ഉയർന്നു. അതുകൊണ്ട് അവര് ദുര്യോധനൻ തന്റെ കൂട്ടുകാരോടൊപ്പം ചിന്തിച്ചു. തതോ വൈകർത്തന കർണഃ ശകുനിശ്ചാപി സൗബല അനേകൈരഭ്യുപായൈസ്തേ ജിഘാംസന്തി സ്മ പാണ്ഡവാൻ. ദുര്യോധനന് പ്രിയം വരാൻ വേണ്ടി, ദുര്യോധനെ രാജാവാക്കാൻ വേണ്ടി കൂട്ടുകാര് ചിന്തിക്കുകയാണ് വഴികൾ. അവർക്കറിയാം തടസ്സം ഭീമാർജുനന്മാരാണ് എന്ന്. അപ്പോൾ അതിനെന്താ മാർഗം എന്നിങ്ങനെ വൈകർത്തനായ കർണനും, വൈകർത്തനൻ വികർത്തനന്റെ പുത്രൻ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വികർത്തനൻ സൂര്യനാണ്, സൂര്യന്റെ പുത്രൻ. പക്ഷെ സൂര്യപുത്രനാണ് കർണൻ എന്നുള്ളത് ഇപ്പോൾ കൗരവന്മാർക്ക് ആർക്കും അറിഞ്ഞൂടാ. കൗരവന്മാർ മരിക്കുന്ന അവസരത്തിലും അത് അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയുന്നത് പോലും യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. കൃഷ്ണൻ കർണനോട് അക്കാര്യം പറയുമ്പോൾ കർണനും അക്കാര്യം ഉറപ്പുവരുന്നത് അപ്പോഴാണ്. അതിന് തൊട്ടു മുമ്പ് കർണന് അത്തരം സംശയങ്ങൾ ഉണ്ടാകാൻ സാഹചര്യമുണ്ടായി. അപ്പോൾ പിന്നെ വൈകർത്തനൻ ആരാണ്? വൈകർത്തനൻ കാലൻ. കാലനെപ്പോലെ മറ്റുള്ളവർക്ക് ഭയപ്പാടുളവാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്ന് ലാക്ഷണികമായ അർത്ഥം. അങ്ങനെയുള്ളവനായ കർണൻ. അങ്ങനെ വൈകർത്തനായ കർണനും ശകുനിശ്ചാപി സൗബല, സുബല രാജാവിൻ്റെ, ഗാന്ധാര രാജാവാണല്ലോ സുബലൻ, അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന ശകുനിയും സൗബലനും അനേകൈരഭ്യുപായൈസ്തേ, അനേകം പദ്ധതികൾ ആലോചിച്ചു അവർ ഒരുമിച്ച് കൂടിയിട്ട്.
ദുര്യോധനോടൊപ്പം കൂടിയിട്ട്. എങ്ങനെയാണ് ഈ പാണ്ഡവന്മാരെ കൊല്ലാൻ കഴിയുക? എളുപ്പത്തിൽ ആർക്കും സംശയം ഉണ്ടാവാതെയും ഇരിക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാര് പാണ്ഡവന്മാരെ കൊന്നത് ദുര്യോധനാദികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനാദികളെ നാട്ടുകാർ സംഹരിക്കും. അതുകൊണ്ട് ആർക്കും സംശയം ഉണ്ടാക്കാതെ എങ്ങനെയാ കൊല്ലുക എളുപ്പമല്ല. അവർ നിസ്സാരന്മാരല്ല. ഇങ്ങനെ അനേകം പദ്ധതികൾ അവർ കൂടി ആലോചിക്കുന്നുണ്ടായിരുന്നു. പലതും പ്രവർത്തിപ്പിച്ചു. അതെല്ലാം വിഫലമായി തീർന്നു. പക്ഷെ ഇനി അങ്ങനെ വിട്ടാൽ പറ്റൂല. ഓരോ ദിവസവും പാണ്ഡവന്മാരെ ബലശാലികളായി വരുന്നു. എങ്ങനെയാ കൊല്ലുക എന്ന് അവരിങ്ങനെ ആലോചിച്ച് പദ്ധതികൾ കണ്ടെത്തുകയാണ്. എപ്പോഴൊക്കെയാണോ കൗരവന്മാര് പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കിയത്, അതിനെല്ലാം പാണ്ഡവന്മാർ തോപ്പിച്ചു കളഞ്ഞു. എങ്കിലും അക്കാര്യം അറിഞ്ഞതായിട്ട് വച്ചതുമില്ല, ആരോടും പറഞ്ഞതുമില്ല. എന്താ, വിതുരൻ പാണ്ഡവന്മാർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗരവാദികള് പാണ്ഡവന്മാരെ കൊല്ലാനായിട്ട് പല പണികളും ചെയ്തപ്പോൾ ഇതാരോടും പറയണ്ട എന്ന് വിതുരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഇതൊരു വലിയ കോലാഹലമാക്കണ്ട.